നമുക്കിന്ന് നല്ല പച്ച അയല കിട്ടിയിട്ടുണ്ട്. ഇന്ന് ചന്തയിൽ പോയപ്പോൾ നല്ല പച്ച അയല കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ അയല വെച്ചിട്ട് നമുക്കിന്നൊരു കോട്ടയം സ്റ്റൈൽ മീൻകറി വെക്കാവേ. അപ്പം ഇത് മീനെല്ലാം ഒന്ന് വെട്ടി തേച്ച് കഴുകി വൃത്തിയാക്കിക്കൊണ്ട് വരട്ടെ. നമ്മുടെ മീനെല്ലാം നല്ല വെട്ടി തേച്ച് കഴുകി നല്ല വൃത്തിയാക്കിക്കൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഒന്ന് കറി വെക്കാവേ. അപ്പോൾ ഇത് അടുപ്പിലേക്ക് ഒരു ചട്ടി വെച്ചു. അപ്പോൾ ചട്ടിയിലേക്ക് ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചേ. അപ്പം വെളിച്ചെണ്ണ ചൂടായി വന്നപ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് കടുകിടാവേ. കടുകൊന്ന് പൊട്ടി വന്നപ്പോഴത്തേക്ക് നമുക്ക് ഇച്ചിരി ഉലുവ ഇടാം. ഞാൻ ഉലുവ ഇടുന്ന കേട്ടോ, ഉലുവ പൊടിയല്ലേ. അപ്പം അത് മൂത്ത് വന്നപ്പോഴത്തേക്കും 2 പച്ചമുളക് നെടുക കീറിയിട്ടിട്ടുണ്ട്, കുറച്ച് കറിവേപ്പില ഇട്ടിട്ടുണ്ട്. ഇനി ഈ ചതച്ച് വെച്ചേക്കുന്നത് ഇഞ്ചിയും വെളുത്തുള്ളിയും ചുമന്നുള്ളിയും കൂടെ കേട്ടോ. അപ്പോൾ 2-3 ചുമന്നുള്ളി എടുത്തിട്ടുള്ളേ. നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ചേർക്കാം. ഞാൻ 2-3 എണ്ണം എടുക്കത്തുള്ളേ. ഇനി ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി മൂപ്പിച്ചെടുക്കാവേ. നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം കൂടെ നല്ലതായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഇച്ചിരി മഞ്ഞൾ പൊടി ചേർക്കാം. അപ്പോൾ തീ ഇച്ചിരി കുറച്ചിടണം കേട്ടോ, അല്ലെങ്കിൽ നമ്മുടെ പൊടിയെല്ലാം കരിഞ്ഞു പോവേ. അപ്പോൾ അതിലേക്ക് ഇച്ചിരി മല്ലിപ്പൊടിയും കൂടെ ചേർക്കാവേ. അത് രണ്ടും കൂടെ നല്ല മൂത്ത് വന്നപ്പോഴത്തേക്കും ഇച്ചിരി മുളക് പൊടി, ഇത് പിരിയമുളക് പൊടിയും നമ്മുടെ എരിവുള്ള മുളക് പൊടിയും കൂടെ കേട്ടോ, അതിട്ട് നമുക്ക് നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് ഇളക്കി നമുക്കിത് മൂപ്പിച്ചെടുക്കാം. നമ്മുടെ അരപ്പെല്ലാം നല്ല മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വെള്ളത്തിലിട്ട് വെച്ചിരുന്ന ഇച്ചിരി ഉപ്പും പുളിയും കൂടെ നമുക്ക് ചേർക്കാവേ. ചേർത്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമുക്ക് അടച്ച് വെച്ച് തിളപ്പിക്കാവേ. അരപ്പും തിളച്ച് വരട്ടെ. നമ്മുടെ അരപ്പെല്ലാം നല്ല തിളച്ച് വന്നിട്ടുണ്ട്, തിളച്ച് നല്ല മറിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വൃത്തിയാക്കി വെച്ച മീനെല്ലാം കൂടി ഇടാവേ. നമ്മുടെ മീൻ കഷ്ണങ്ങളെല്ലാം ഇട്ട് എന്നിട്ട് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ചട്ടി എടുത്ത് ചുറ്റിച്ചാലും മതി കേട്ടോ. അപ്പം ഞാനിത് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കും. നമ്മുടെ മീൻ കഷ്ണങ്ങളെല്ലാം ഒന്ന് ചാറിനകത്ത് മുങ്ങിക്കിടക്കാൻ വേണ്ടിയിട്ട്, അരപ്പിനകത്ത് മുങ്ങിക്കിടക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിക്കാവേ. അപ്പം നമ്മുടെ മീനത് അടച്ച് വെച്ച് വേവിക്കാം. നമ്മുടെ മീൻകറി റെഡി ആയിട്ടുണ്ട്. അപ്പം നമുക്കൊന്ന് ഇതിൻ്റെ ഉപ്പും പുളിയെല്ലാം ഒന്ന് നോക്കാവേ. അപ്പോൾ ഇതിനിടയ്ക്ക് പോയി ഞാനൊന്ന് കുളിച്ചിട്ട് വന്നു കേട്ടോ. കുളിച്ചിട്ട് വന്നിട്ട് ഇച്ചിരി കപ്പയും മീൻകറി കഴിക്കാമെന്ന് കണ്ടുകൊണ്ട് കുളിച്ചിട്ട് വന്നത്. നമ്മുടെ മീൻകറിക്ക് ഉപ്പും പുളിയെല്ലാം നമ്മൾ പിടിച്ചിട്ടുണ്ട്. നമുക്ക് കുറച്ച് കപ്പ എടുക്കാവേ. നമുക്കത് ഞാനിത് മീൻ വാങ്ങാൻ പോയപ്പോഴത്തേക്കും ചന്തയിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. അപ്പം നല്ല കപ്പയായിരുന്നു കേട്ടോ, നല്ല വെന്ത് കുഴഞ്ഞ്. അപ്പം അതിലേക്ക് നമുക്ക് കുറച്ച് മീൻകറിയും കൂടെ എടുക്കാവേ. അപ്പോൾ കുറച്ച് മീൻകറി എടുക്കുവാണ്. ഞാനിച്ചിരി ചാറ് കൂടുതൽ എടുത്തിട്ടുണ്ടേ. കപ്പ വേവിച്ചതായതുകൊണ്ടേ കുഴച്ച് കഴിക്കാൻ വേണ്ടി ഇച്ചിരി ചാറ് ഞാനത് കൂടുതൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കപ്പയും മീൻകറിയുടെ റെഡി ആയിട്ടുണ്ട്. ഇതൊന്ന് കഴിച്ചിട്ട് വരാവേ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഇച്ചിരി കട്ടൻ കാപ്പി ഇട്ടിട്ടുണ്ട് കേട്ടോ, കടുങ്കാപ്പി, ചൂട് കടുങ്കാപ്പി ഇട്ടിട്ടുണ്ട്. അപ്പം കപ്പയും നമ്മുടെ മീൻകറിയും ചൂട് കടുങ്കാപ്പിയും കൂടെ കുടിക്കാൻ നല്ല രസമാണ്. അപ്പം അത് ഞാനൊന്ന് കഴിച്ച് നോക്കട്ടെ. നമ്മുടെ കപ്പ മീൻകറിയും കൂടെ നോക്കട്ടെ, എങ്ങനെ ഉണ്ടെന്ന് നോക്കട്ടെ. അപ്പോൾ ഇത് ശകല മീനുള്ളി അപ്പം കഴിച്ച് നോക്കുക. അപ്പം നമ്മുടെ മീൻകറിയും കപ്പയും നല്ല സൂപ്പറാണ് കേട്ടോ. അപ്പം നല്ല ഉപ്പും പുളിയും എല്ലാം പിടിച്ചിട്ടുണ്ട്. അപ്പം ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളെല്ലാവരും എനിക്ക് സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് അടിക്കണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അപ്പം എല്ലാവരും എനിക്ക് വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ എൻ്റെ ചാനൽ. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.